ഹലോ. അപ്പോൾ 2025 കഴിയാനായി. ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. നമ്മളിപ്പം ദുബായ് കരാമയിലാണുള്ളത്. ഇനിയിപ്പം 12 മണിയായ ഇവിടെ ഫ്രെയിമിൻ്റെ അടുത്ത് ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അത് പ്ലാൻ ചെയ്താണ് ഇപ്പം വന്നിട്ടുള്ളത്. നമ്മളിപ്പം കുറച്ച് മുന്നേ ഒരു 9 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഹുഡിയൊക്കെ ആയിട്ട് സെറ്റാണ്. അപ്പം നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. വേണ്ടിയിട്ട് അറേബ്യൻ മജ്ലിസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് വന്നു. അവിടെ ഒടുക്കത്തെ തിരക്ക്. അപ്പം നമ്മൾ ഈ എന്താ പറയുക, ഡോക്ടറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പേരെഴുതി വെക്കില്ല, അതേപോലെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ 1 മണിക്കൂറൊക്കെ ആവുന്ന പറയുന്നത്. നമ്മൾ അതുവരെ ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു സ്പോട്ട് റെസ്റ്റോറൻറ്റ് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ ചുറ്റി മലബാർ എക്സ്പ്രസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ അത്യാവശ്യം തിരക്ക് കുറവാണ്. ഇതപ്പോൾ ഒരു ട്രെയിനിൻ്റെ മോഡലുള്ള ഒരു ഇതാണ്. നമ്മൾ അതിൻ്റെ പ്രണവായിട്ടൊന്നും പറയാതൊന്നും ഇരിക്കുന്നില്ല. ഈ ബ്ലോഗർമാരൊക്കെ ഇങ്ങനെ വളവളാന്ന് പറയണം, പക്ഷേ എങ്കിൽ ഇത് പ്രണവായിട്ടെല്ലാം സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? മെനു വന്നിട്ടുണ്ട്, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. പ്രണവായിട്ടൻ ഗാഢമായ നോക്കലിലാണ്. അവസാനം ഞങ്ങൾ മന്തി പറയും. എന്തായാലും മന്തി പറയും. ഇവിടെ മന്തി അവർ പറഞ്ഞത് ഗ്രിൽ വിത്ത് മന്തി റൈസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്കതാണ് ഇഷ്ടം. നോർമൽ മന്തി എനിക്കത്ര ഇഷ്ടമല്ല. അപ്പം പറയാമെന്ന് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഒരു കാപ്പിയാന്ന് തോന്നുന്നു. കാപ്പിയും ചുക്ക് കാപ്പിയും പിന്നെ സാലഡും വന്നിട്ടുണ്ട്. നല്ല ചുക്ക് കാപ്പി. അപ്പം ഇവരുടെ ചുക്ക് കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. പ്രണവേട്ടൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിലുള്ളപ്പോഴാണ് വന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചായിരുന്നു. ഇങ്ങനെ ട്രെയിനിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഒക്കെ. ഇപ്പം ഉള്ളിൽ ട്രെയിൻ മോഡലാണെന്ന് തോന്നുന്നില്ല. നോർമൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മോഡലാണ്. പക്ഷേ പുറത്താണ് ട്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് പുറത്തിറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം ആദ്യം ഇത് കുടിക്കട്ടെ. മന്തിക്ക് വെയിറ്റിംഗ് ആണ്. നല്ല വിശപ്പുണ്ട്. ഉച്ചക്ക് ഫുഡ് കഴിച്ചതാണ്, അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പ്. അപ്പം മന്തി കഴിച്ചിട്ട് കാണാം. ഒരു ഫോട്ടോ എടുത്തോ. ഫോട്ടോ ഫുഡ് കഴിച്ചു. നമ്മൾ ഫ്രെയിമിൻ്റെ അടുത്തേക്ക് ഓൾമോസ്റ്റ് എത്താനായി. അപ്പം 11 മണി കഴിഞ്ഞ് 11:30 ആവാനായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിമിലെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം. ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയെ, എനിക്ക് തോന്നുന്നത് ഈ സമയത്തും അതേപോലെ പെരുന്നാളിൻ്റെ സമയത്ത് ഇങ്ങനെ ആൾക്കാരെ കാണാറുള്ളൂ. ഇത്രയും ഉണ്ടായിട്ടില്ല. ഈ വർഷം എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ. നമ്മുടെ ഭാഗം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഈ വർഷം നല്ല കുറേ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ഈ വർഷം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നും കൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.